നിങ്ങൾക്കൊരു ദിവസം നിങ്ങളുടെ ജോലി ഒരു റോബോട്ട് ഏറ്റെടുത്തു എന്നറിയുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? നമ്മളറിയാതെ ഈ ലോകം ഒരു വലിയ മാറ്റത്തിലൂടെ കടന്നു പോവുകയാണ്. മനുഷ്യരുടെ ജോലികൾ യന്ത്രങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറ്റെടുക്കുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് റോബോട്ട് ടാക്സ് എന്ന വിചിത്രവും ചിന്തിപ്പിക്കുന്നതുമായ ആശയം ലോകത്തിൽ ചർച്ചാ വിഷയമാകുന്നത്. ഈ ആശയം പ്രശസ്തനായ ബിൽ ഗേറ്റ്സ് ആണ് ജനകീയമായി അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരാൾ ജോലി ചെയ്യുമ്പോൾ സർക്കാർ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഇൻകം ടാക്സ് വാങ്ങുന്നു. എന്നാൽ അതേ ജോലി റോബോട്ട് ചെയ്താലും ആ ഇൻകം ടാക്സ് കമ്പനിക്കാർ സർക്കാരിനു നൽകണം എന്നതാണ്. റോബോട്ട് ടാക്സിന് പിന്നിൽ 3 വലിയ ലക്ഷ്യങ്ങളുണ്ട്. ജോലി നഷ്ടപ്പെടുന്നവരെ സഹായിക്കുക, റിട്ടൈനിങ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ്, ഓട്ടോമോഷൻ നിയന്ത്രിക്കുക, ജോലി നഷ്ടപ്പെടുന്നത് മന്ദഗതിയിലാക്കുക, സമത്വം നിലനിർത്തുക, ടെക്നോളജി കൊണ്ട് ലാഭം ഉടമകൾക്ക് മാത്രം പോകാതെ ജനങ്ങൾക്കും ഉപകാരപ്രദമാക്കുക. ചില രാജ്യങ്ങൾ ഇതിനോടകം നടപടികൾ ആരംഭിച്ചു. ദക്ഷിണ കൊറിയ 2017 ഓട്ടോമേഷനിൽ നിക്ഷേപിക്കുന്ന കമ്പനികൾക്ക് നൽകുന്ന നികുതി ഇളവുകൾ കുറച്ചു. യൂറോപ്യൻ യൂണിയൻ റോബോട്ട് ടാക്സ് നടപ്പിലാക്കണമെന്ന് പാർലമെന്റിൽ ചർച്ചയായി. അമേരിക്കയിൽ ചില സംസ്ഥാനങ്ങളിൽ സംസാരമായിട്ടുണ്ടോ എങ്കിലും നിയമമായിട്ടില്ല. എല്ലാവരും ഇതിനെ പിന്തുണയ്ക്കുന്നില്ല. റോബോട്ട് ടാക്സ് ഇന്നോവേഷനെ തടയും എന്നതാണ്. രാജ്യത്തെ ഗ്ലോബൽ മാർക്കറ്റിംഗ് പിന്നോട്ടാക്കും. പിന്നെ ഈ റോബോട്ട് എന്ന് പറയുന്നത് എങ്ങനെ നിർവചിക്കും? വാഷിംഗ് മെഷീൻ, ATM, ചാറ്റ് ജിപിടി പോലുള്ള AI? അതെ, ചോദ്യം ഇതാണ്. ഇത് ഒരു നയപരമായ ചോദ്യം മാത്രമല്ല, ഒരു മാനവിക ചുമതലയുമാണ്. ടെക്നോളജിയെ നമുക്ക് നിശബ്ദമായി നിരോധിക്കാൻ സാധിക്കില്ല. പക്ഷേ ടെക്നോളജിയുടെ കാഴ്ച മനുഷ്യന്റെ തൊഴിലവകാശം, തൊഴിൽ സാധ്യതകൾ എന്നിവയെ ഒരിക്കലും കുലുക്കരുത്. റോബോട്ട് ടാക്സ് എന്ന ആശയം ഒരു കോൺവെർസേഷൻ തുടങ്ങാനുള്ള വഴി മാത്രമാണ്. അതിൻ്റെ രൂപം, പരിധി, കാലയളവ്, ഉപയോഗ ലക്ഷ്യം എന്നിവ നമുക്കാണ് കളക്റ്റീവ്ലി തീരുമാനിക്കുക. ടെക്നോളജി മുന്നോട്ട് പോകുന്നത് ഒരിക്കലും നമുക്ക് തടയാനാകില്ല. പക്ഷേ അതിൻ്റെ നേട്ടം എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. റോബോട്ട് ടാക്സ് അതിനുള്ള ഒരു മാർഗമാകുമോ? അതോ അത് മറ്റൊരു വലിയ പ്രശ്നമാകുമോ? ഭാവി നമ്മുടെ തീരുമാനങ്ങളിലാണ്. റോബോട്ട് ടാക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ രേഖപ്പെടുത്തൂ. ഇത്തരത്തിൽ ആഴത്തിലുള്ള വിഷയങ്ങൾ അറിയാൻ ജീവിതയാത്ര ന്യൂ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.